ലോകം നിങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് നിങ്ങളുടെ പദവി, ജോലി, ശമ്പളം, ഫോളോവേഴ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്നിവ നോക്കിയായിരിക്കാം. എന്നാൽ ദൈവം നിങ്ങളുടെ ജീവിതത്തെ അളക്കുന്നത് അവിടുത്തേക്കായി നിങ്ങൾ സ്വയം സമർപ്പിക്കാൻ എത്രത്തോളം തയ്യാറാണ് എന്ന് നോക്കിയാണ്. നിങ്ങളുടെ ജോലിയെ ആളുകൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ ദൈവം നിങ്ങളുടെ പേരും നിങ്ങളുടെ കഴിവുകളും ഏത് ലക്ഷ്യത്തിനായാണോ അവിടുന്ന് നിങ്ങളെ സൃഷ്ടിച്ചത് ആ ദൈവിക ഉദ്ദേശ്യവും അറിഞ്ഞിരുന്നു. ഇന്ന് തങ്ങൾ സാധാരണക്കാരാണെന്നും ആരും ശ്രദ്ധിക്കപ്പെടാത്തവരാണെന്നും നിസ്സാരരാണെന്നുമുള്ള തോന്നലുകളോട് പലരും പോരാടുന്നുണ്ട്. സോഷ്യൽ മീഡിയ ജനപ്രിയതയെ ആഘോഷിക്കുന്നു, സമൂഹം സ്വാധീനത്തെ പ്രശംസിക്കുന്നു, തൊഴിലിടങ്ങൾ മികവിനെ ആദരിക്കുന്നു. പള്ളികളിൽ പോലും പാസ്റ്റർമാരും സുവിശേഷകരും മാത്രമാണ് ദൈവവേല ചെയ്യുന്നത് എന്ന് ആളുകൾ ചിലപ്പോൾ കരുതാറുണ്ട്. എന്നാൽ ബസലേലിന്റെ ചരിത്രം ഈ കാഴ്ചപ്പാടിനെ പൂർണ്ണമായും മാറ്റുന്നു. ഇതാ, ഞാൻ യഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്നു, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും രത്നം വെട്ടിപ്പതിപ്പാനും. പുറപ്പാട് 31:2-3 വരെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടതായി പ്രത്യേകം വിവരിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വ്യക്തി ഒരു പ്രവാചകനോ പുരോഹിതനോ രാജാവോ ആയിരുന്നില്ല. അവൻ ഒരു കരകൗശല വിദഗ്ധനായിരുന്നു. സമാഗമന കൂടാരം നിർമ്മിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ശില്പി. ഒരു പ്രസംഗപീഠത്തിന് പിന്നിൽ നിൽക്കുന്നതിനേക്കാൾ സ്വന്തം കൈകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്ത ഒരാളെ ദൈവം ബോധപൂർവം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇത് ഒരു അസാധാരണ സത്യം വെളിപ്പെടുത്തുന്നു. ദൈവം ജീവിതത്തെ ആത്മീയമെന്നും ലൗകികമെന്നും വിഭജിക്കുന്നില്ല. അവിടുത്തെ മഹത്വത്തിനായി ചെയ്യുന്നതെന്തും വിശുദ്ധമായി തീരുന്നു. അനേകം വിശ്വാസികൾ തങ്ങളുടെ ദൈനംദിന ജോലിയെ ആത്മീയമായി തോന്നാത്തതിനാൽ അതിന്റെ മൂല്യം കുറച്ച് കാണുന്നു. ഒരു അധ്യാപകൻ വിചാരിച്ചേക്കാം, ഞാൻ വെറുതെ പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു നേഴ്സ് വിചാരിച്ചേക്കാം, ഞാൻ രോഗികളെ പരിചരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പറഞ്ഞേക്കാം, ഞാൻ കോഡ് എഴുതുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരു വീട്ടമ്മ വിശ്വസിച്ചേക്കാം, ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ വിശ്വസ്തയോടെയുള്ള ഓരോ സേവനത്തെയും ദൈവം കാണുന്നത് വേറൊരു രീതിയിലാണ്. ക്ലാസ് മുറികൾ ഒരു ദൗത്യ മേഖലയായി മാറും. ഓഫീസ് ശിഷ്യത്വത്തിന്റെ ഒരിടമായി മാറും. തൊഴിൽശാല ഒരു ആരാധനാലയമായി മാറും. അടുക്കള വിശ്വാസം ജീവിക്കുന്ന ഒരിടമായി മാറും. നിങ്ങളുടെ ബിസിനസ് വിശ്വസ്തതയുടെ സാക്ഷ്യമായി മാറും. നിങ്ങളുടെ തൊഴിൽ തന്നെ ഒരു ആരാധനയായി മാറും. ബസലേലിന്റെ കൈകളെ ഉപയോഗിക്കുന്നതിന് മുൻപ് ദൈവം അവനെ പേര് ചൊല്ലി വിളിച്ചു. അവന്റെ ജോലി ദൃശ്യമാകുന്നതിന് മുൻപ് തന്നെ അവന്റെ ദൈവീക വിളി നിശ്ചയിക്കപ്പെട്ടിരുന്നു. ആളുകൾ അവന്റെ ശില്പകലയെ പ്രശംസിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ അനുസരണയെ സ്വർഗം തിരിച്ചറിഞ്ഞിരുന്നു. അതേ ദൈവം ഇന്നും ഓരോ വിശ്വാസിയെയും വ്യക്തിപരമായി അറിയുന്നു. നിശബ്ദമായി വിശ്വസ്തയോടെ ജോലി ചെയ്യുന്ന ജീവനക്കാരനെയും, ക്രിസ്തുവിനെ ബഹുമാനിക്കാൻ അധ്വാനിക്കുന്ന വിദ്യാർത്ഥിയെയും, വയലിൽ അധ്വാനിക്കുന്ന കർഷകനെയും, ദീർഘദൂരം യാത്ര ചെയ്യുന്ന ഡ്രൈവറെയും, രോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടറെയും, മരം ചെത്തി മിനുക്കുന്ന ആശാരിയെയും, മക്കളെ വിശ്വസ്തയോടെ വളർത്തുന്ന മാതാപിതാക്കളെയും അവിടുന്ന് അറിയുന്നു. ഓരോ മനുഷ്യനും പ്രാധാന്യത്തിനും അംഗീകാരത്തിനും കൂട്ടായ്മയ്ക്കും വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. ആളുകൾക്ക് തങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നില്ലെന്ന് തോന്നുമ്പോൾ അവർ നേട്ടങ്ങളിലൂടെയോ ജനപ്രീതിയിലൂടെയോ സോഷ്യൽ മീഡിയയിലെ അംഗീകാരങ്ങളിലൂടെയോ തങ്ങളുടെ മൂല്യം കണ്ടെത്താൻ ശ്രമിക്കുന്നു. തൃപ്തിക്ക് പകരം പതുക്കെ താരതമ്യങ്ങളിൽ കടന്നു വരുന്നു. വ്യക്തിത്വം സ്വന്തം ലക്ഷ്യത്തിന് പകരമായി മറ്റുള്ളവരുടെ കയ്യടിയെ ആശ്രയിച്ചായിത്തീരുന്നു. എന്നാൽ സുവിശേഷം നൽകുന്നത് ഇതിനേക്കാൾ മഹത്തായ ഒന്നാണ്. നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത് എത്ര പേർക്ക് നിങ്ങളുടെ പേരറിയാം എന്നതിലല്ല, മറിച്ച് ദൈവം നിങ്ങളുടെ പേരറിയുന്നു എന്നതിലാണ്. ആവർത്തിച്ചുള്ള പരിശീലനം തലച്ചോറിലെ നാഡീവ്യൂഹങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നു എന്ന് ആധുനിക ന്യൂറോ സയൻസും നമ്മെ പഠിപ്പിക്കുന്നു. മികവ് എന്നത് പെട്ടെന്നുള്ള പ്രചോദനം കൊണ്ടുണ്ടാകുന്നതല്ല. അത് വിശ്വസ്തമായ ആവർത്തനത്തിലൂടെയും ശിക്ഷണത്തോടെയുള്ള പഠനത്തിലൂടെയും സ്ഥിരമായ പ്രയത്നത്തിലൂടെയുമാണ് വളരുന്നത്. വിശുദ്ധ ഗ്രന്ഥം എപ്പോഴും ഈ തത്വം ശരിവച്ചിട്ടുണ്ട്. ദൈവം ബസലേലിന് അത്ഭുതകരമായ കഴിവ് നൽകുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് അവനെ ജ്ഞാനം, വിവേകം, അറിവ്, കഴിവ് എന്നിവയാൽ നിറയ്ക്കുകയും ചെയ്തു. ദൈവിക അഭിഷേകം ഒരിക്കലും കഠിനാധ്വാനത്തിന് പകരമാകുന്നില്ല. അത് അധ്വാനിക്കാനുള്ള ശേഷി നൽകുകയാണ് ചെയ്യുന്നത്. ദിവസവും വിശ്വസ്തയോടെ പരിശീലിക്കുന്ന അസാധാരണ കഴിവുകൾ ദൈവത്തിന്റെ കൈകളിൽ അസാധാരണ ഉപകരണങ്ങളായി മാറുന്നു.
എന്നിരുന്നാലും കഴിവ് മാത്രം ഒരിക്കലും മതിയാകില്ല. ഇന്നത്തെ ലോകത്തിന് മുൻപത്തെ ഏതൊരു തലമുറയെക്കാളും കൂടുതൽ അറിവുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ആധുനിക സാങ്കേതിക വിദ്യ, വിവരങ്ങളിലേക്കുള്ള ഉടനടിയുള്ള പ്രവേശനം എന്നിവ ആളുകൾ പഠിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു. എന്നിട്ടും സമൂഹം അഴിമതി, വെറുപ്പ്, തെറ്റായ വിവരങ്ങൾ, ഭിന്നതകൾ എന്നിവയാൽ കഷ്ടപ്പെടുന്നു. ജ്ഞാനമില്ലാത്ത അറിവ് അപകടകരമാണ്. ധാർമ്മികതയില്ലാത്ത സാങ്കേതിക വിദ്യ ജീവിതങ്ങളെ നശിപ്പിക്കും. ഉത്തരവാദിത്തമില്ലാത്ത രാഷ്ട്രീയ സ്വാധീനം അഴിമതിക്ക് കാരണമാകുന്നു. താഴ്മയില്ലാത്ത മതപരമായ ആവേശം തർക്കങ്ങൾ ഉണ്ടാക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ബെസലേലിനെ കഴിവുകൾ കൊണ്ട് മാത്രമല്ല ജ്ഞാനം കൊണ്ടും നിറച്ചത്. ക്രിസ്ത്യാനികൾ കേവലം വിജയികളായ പ്രൊഫഷണലുകളാകാൻ മാത്രമല്ല, ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ജ്ഞാനമുള്ള ദേദാസന്മാരാകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. ബെസലേലിന്റെ വിളിയുടെ മറ്റൊരു ശ്രദ്ധേയമായ വശം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ദൈവം അവന് പ്രാപ്തി നൽകി എന്നതാണ്. അവന്റെ ദാനം ഒരിക്കലും അവനിൽ മാത്രം അവസാനിക്കാനുള്ളതായിരുന്നില്ല. ദൈവം അത് വർദ്ധിക്കാനാണ് ആഗ്രഹിച്ചത്. അതുപോലെ നിങ്ങളുടെ അനുഭവവും തൊഴിലും സാക്ഷ്യവും മറ്റൊരു വ്യക്തിയെ ക്രിസ്തുവിന്റെ ശിഷ്യനാക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി മാറിയേക്കാം. ഇന്നത്തെ യുവതലമുറ ഇൻഫ്ലുവൻസർമാരാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിലും നല്ല വഴികാട്ടികളെ ആഗ്രഹിച്ചു തിരയുകയാണ്. പലർക്കും അറിവുണ്ട്, എന്നാൽ ദൈവിക മാതൃകകൾ പ്രകടിപ്പിക്കുന്നവർ കുറവാണ്. മറ്റുള്ളവരെ നിരീക്ഷിച്ചു പഠിക്കുന്നതിലൂടെയാണ് മനുഷ്യർ ഏറ്റവും ഫലപ്രദമായി കാര്യങ്ങൾ പഠിക്കുന്നതെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ സ്ഥിരമായി തെളിയിക്കുന്നു. ഗവേഷകർ ഈ തത്വം കണ്ടെത്തുന്നതിന് വളരെ മുൻപ് തന്നെ ദൈവം ബെസലേലിലൂടെ ഇത് സ്ഥാപിച്ചിരുന്നു. നിങ്ങളുടെ ജീവിതം ദിവസവും എന്തോ ഒന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട്. ചോദ്യം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്നതല്ല, മറിച്ച് നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് എന്നതാണ്. ദൈവത്തിന്റെ വേല ഒരിക്കലും ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ലെന്നും ബസലേൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സമാഗമന കൂടാരം നിർമ്മിക്കപ്പെട്ടത് ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചു പ്രവർത്തിച്ച വ്യത്യസ്ത കഴിവുകളുള്ള ആളുകളാലാണ്. ഒരാൾ സ്വർണം പണിതു, മറ്റൊരാൾ മരം കൊത്തി, വേറൊരാൾ വസ്ത്രങ്ങൾ നെയ്തു, മറ്റൊരാൾ കലാപരമായ രൂപകൽപ്പനകൾ ചെയ്തു. ഓരോരുത്തരുടെയും സംഭാവനയും പ്രധാനപ്പെട്ടതായിരുന്നു. അതുപോലെ സഭയ്ക്ക് പാസ്റ്റർമാരെയും അക്കൗണ്ടന്റുമാരെയും സംഗീതജ്ഞരെയും മെക്കാനിക്കുകളെയും ഡോക്ടർമാരെയും ഡ്രൈവർമാരെയും അധ്യാപകരെയും സാങ്കേതിക വിദഗ്ധരെയും ബിസിനസ് നേതാക്കളെയും നിർമ്മാണ തൊഴിലാളികളെയും ആവശ്യമുണ്ട്. വ്യത്യസ്ത കഴിവുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും ശക്തമായ ടീമുകൾ രൂപപ്പെടുന്നത് എന്ന് ആധുനിക ഓർഗനൈസേഷണൽ സയൻസ് വീണ്ടും വീണ്ടും സ്ഥിരീകരിക്കുന്നു. ദൈവരാജ്യം എപ്പോഴും അങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഐക്യം എന്നത് എല്ലാവരും ഒരേപോലെയാകുന്നതല്ല, മറിച്ച് വ്യത്യസ്ത കഴിവുകൾ ഒരൊറ്റ കർത്താവിന് കീഴിൽ സമർപ്പിക്കുന്നതാണ്. ഇന്നത്തെ ലോകത്തിൽ ഈ സന്ദേശത്തിന് വലിയ പ്രസക്തിയുണ്ട്. രാഷ്ട്രീയം, മതം, വംശം, ആശയങ്ങൾ എന്നിവയാൽ സമൂഹം കൂടുതൽ ഭിന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളുടെ സ്വഭാവം അറിയുന്നതിന് മുൻപ് തന്നെ ലേബലുകൾ കുത്തിയാണ് അവരെ വിലയിരുത്തുന്നത്. അനാവശ്യ തർക്കങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിശ്വസ്തമായ സേവനത്തെ അവഗണിക്കാൻ ക്രിസ്ത്യാനികൾക്ക് എളുപ്പമാണ്. എന്നാൽ സഭയുടെ ഏറ്റവും വലിയ സാക്ഷ്യം പലപ്പോഴും വലിയ ശബ്ദത്തിലുള്ള തർക്കങ്ങളിലല്ല, മറിച്ച് നിശബ്ദമായ അനുസരണത്തിലാണ് കാണപ്പെടുന്നത്. നേരുള്ള പ്രൊഫഷണലുകൾ, കരുണയുള്ള ആരോഗ്യ പ്രവർത്തകർ, ധാർമ്മികതയുള്ള ബിസിനസ് നേതാക്കൾ, വിശ്വസ്തരായ അധ്യാപകർ, ഉത്തരവാദിത്തമുള്ള പൗരന്മാർ, താഴ്മയുള്ള ദാസന്മാർ എന്നിവർ തങ്ങളുടെ മികവിലൂടെയും സമഗ്രതയിലൂടെയും സ്നേഹത്തിലൂടെയും ദിവസവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഭിന്നിപ്പുള്ള ഒരു സമൂഹത്തിൽ ആത്മാവിനാൽ നിറഞ്ഞു ചെയ്യുന്ന ജോലി സുവിശേഷത്തിന്റെ ശക്തമായ സാക്ഷ്യമായി മാറുന്നു. അവസാനമായി ചോദ്യം ഞാൻ എന്ത് ചെയ്യുന്നു എന്നതല്ല, മറിച്ച് ആർക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത് എന്നതാണ്. ഒരേ തൊഴിൽ തന്നെ സ്വയം പ്രശസ്തനാകാനുള്ള വഴിയോ അല്ലെങ്കിൽ ഒരു ആരാധനയുടെ വഴിപാടോ ആയി മാറിയേക്കാം. നമ്മുടെ ജോലി ക്രിസ്തുവിന് സമർപ്പിക്കുമ്പോൾ സാധാരണ കൈകൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. പ്രശസ്തമായ സ്ട്രാഡിവേരിയസ് വയലിന്റെ മൂല്യം കേവലം മരത്തിൽ നിന്നല്ല, മറിച്ച് അതിന് രൂപം നൽകിയ വിദഗ്ധന്റെ കൈകളിൽ നിന്നാണ് വരുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതം അസാധാരണമാകുന്നത് നിങ്ങളുടെ പശ്ചാത്തലമോ വിദ്യാഭ്യാസമോ പദവിയോ കൊണ്ടല്ല, മറിച്ച് അത് ദൈവമെന്ന മഹാശില്പിയുടെ കൈകളാൽ രൂപപ്പെടുമ്പോഴാണ്. ദൈവം ഇപ്പോഴും ബസലേലിനെ പോലുള്ള ആളുകളെ തിരയുകയാണ്. പ്രശസ്തരായ ആളുകളെയല്ല, പൂർണ്ണതയുള്ള ആളുകളെയല്ല, സ്വാധീനമുള്ള ആളുകളെയല്ല, സ്വയം സമർപ്പിക്കാൻ തയ്യാറുള്ള സാധാരണ ആളുകളെ മാത്രം. ഇന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുക. ഞാൻ മനുഷ്യരിൽ നിന്നുള്ള അംഗീകാരമാണോ തിരയുന്നത്, അതോ ദൈവത്തിന് വിശ്വസ്തയോടെ എൻ്റെ കഴിവുകൾ സമർപ്പിക്കുകയാണോ? എൻ്റെ തൊഴിൽ ഒരു കരിയർ മാത്രമാണോ, അതോ അതൊരു ആരാധനയായി മാറിയിട്ടുണ്ടോ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, എന്നെ പേര് ചൊല്ലി വിളിച്ചതിനും അങ്ങേക്ക് മഹത്വം കൊണ്ടുവരാൻ തക്ക കഴിവുകൾ എനിക്ക് നൽകിയതിനും നന്ദി. എന്ത് ജോലിയെ നിസ്സാരമായി കാണുകയോ മറ്റുള്ളവരുമായി എന്നെ താരതമ്യം ചെയ്യുകയോ ചെയ്ത നിമിഷങ്ങൾക്ക് എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ആത്മാവിനാലും ജ്ഞാനത്താലും വിവേകത്താലും മികവിനാലും എന്നെ നിറയ്ക്കണമേ. എന്റെ തൊഴിലിൽ എന്റെ ശുശ്രൂഷയായും എന്റെ തൊഴിലിടം എന്റെ ദൗത്യമേഖലയായും എന്റെ ദൈനംദിന ജോലി അങ്ങയ്ക്കുള്ള ആരാധനയായും മാറട്ടെ. താഴ്മയോടും വിശ്വസ്തയോടും കരുണയോടും സമഗ്രതയോടും കൂടെ എന്റെ കഴിവുകൾ ഉപയോഗിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്റെ പദവി കൊണ്ടല്ല, എന്റെ സ്വഭാവം കൊണ്ട് എന്റെ ജീവിതം ആളുകളെ യേശുവിലേക്ക് നയിക്കട്ടെ. അങ്ങയുടെ അസാധാരണമായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കാൻ എന്റെ സാധാരണ കൈകളെ ഉപയോഗിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓർക്കുക, ദൈവം പ്രസംഗങ്ങളെ മാത്രമല്ല അഭിഷേകം ചെയ്യുന്നത്, അവിടുന്ന് സമർപ്പിക്കപ്പെട്ട കഴിവുകളെയും അഭിഷേകം ചെയ്യുന്നു. നിങ്ങളുടെ പദവിയേക്കാൾ വലിയതാണ് അവിടുത്തേക്കായി സ്വയം സമർപ്പിക്കാനുള്ള നിങ്ങളുടെ മനസ്സ്. കാരണം സാധാരണ മനുഷ്യർ തങ്ങളുടെ കഴിവുകൾ അസാധാരണനായ ദൈവത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കുമ്പോൾ